നമ്മുടെ തലമുടിക്കും നമ്മുടെ സ്കിന്നിലും പൊട്ടിയെടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഹെയർ ടോൺ എന്ന് പറയാൻ പറ്റത്തില്ല, സ്കിൻ ടോൺ എന്നും കൂടി പറയാം കേട്ടോ. നല്ലൊരു ഹെയർ ജെല്ലാണ് സ്കിന്നിൽ നമുക്ക് പുരട്ടിയെടുക്കാം. നല്ല ഒരു സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് ഈ ഒരു വെള്ളം എടുത്തിട്ട് തലമുടി കംപ്ലീറ്റ് ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് കഴുകി കളയാം. പച്ചവെള്ളത്തിൽ അതിൽ സോപ്പിട്ടോ കഴുകി കളഞ്ഞാൽ മതി. മുടിക്ക് നല്ല തിളക്കവും സ്ട്രൈറ്റ് ആയിട്ട് വളരും. സ്കിന്നിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ ചുളിവുകൾ വീഴാതിരിക്കും. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ആയിട്ടും ടാൻ മാറാനൊക്കെ ആയിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലാക്സ് സീഡ് വെച്ച് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് കൂടുതലൊക്കെയാണ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മണം കിട്ടാനായിട്ട് നമുക്കൊരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ നമ്മുടെ റോസ്മെരി ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ റോസ്മെരി ലീഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതല്ലേ. മുടി ഭയങ്കരമായിട്ട് ഇപ്പം മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് റോസ്മെരി ലീഫ് നല്ലതാണ്. സ്കിന്നിന് നല്ലതാണ് കേട്ടോ. മുഖക്കുരുവുള്ള കുട്ടികൾക്ക് റോസ്മെരിയുടെ വെള്ളം നല്ലതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ മസാജ് ചെയ്ത് കഴുകാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ചെമ്പരത്തിയുടെ പൗഡർ, ചെമ്പരത്തിയുടെ പൂവ് ഉണ്ടെങ്കിൽ ഒരു 3-4 ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ചെമ്പരത്തിയുടെ പൂവ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ പൂവിടൽ കുറവാണ്. അപ്പം ചെമ്പരത്തിയുടെ പൗഡർ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കോമ്പോടെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു പച്ച ബോർഡ് പോലെ നിങ്ങൾ കാണുന്നില്ലേ, അത് സൈറ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്തെ ചെമ്പരത്തിയുടെ പൗഡറും നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ, ഷികാക്കായുടെ റീത്തയുടെ പൗഡർ, ഈ കയ്യോന്നിയുടെയൊക്കെ ആയിട്ടുള്ള എൻ്റെ പൗഡറിൻ്റെ കോമ്പോ നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി വാങ്ങാം കേട്ടോ. നിസ്സാര വിലയേ ഉള്ളൂ, അത് നല്ല ഇതാണ്, നമുക്ക് എണ്ണയിലിട്ട് വയ്ക്കാൻ നല്ലതാണേ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിന്ന് ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ ചെമ്പരത്തിയുടെ പൗഡർ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച് കുറുക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ഒന്നിങ്ങനെ വെന്ത് ഇങ്ങനെ കുറുകി വരുന്ന രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. മൂടി വെച്ച് വേവിക്കരുത്, തിളച്ച് പൊന്തിപ്പോരും. അപ്പം നിങ്ങളിതിങ്ങനെ നന്നായിട്ട് കുറുക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ലൊരു ചുവന്ന ജെല്ലായിട്ട് കിട്ടും. ഈ ജെല്ല് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വളരാൻ നല്ലതാണ്. സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് കിടക്കും നമ്മുടെ തലമുടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസിലും തേക്കാം, അതുപോലെ തന്നെ തലമുടിയിലും തേക്കാം. മുടി നല്ല ഗ്ലോ ആയിട്ട് കിടക്കുകയും ചെയ്യും. മുടി വളർച്ച ഇരട്ടിക്കാനായിട്ട് നല്ലതാണ്. മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. സ്കിന്നിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുളിവുകൾ വീഴാതിരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് നമുക്ക് ഫേസിന് നല്ലതാണ്. നമുക്ക് തലമുടിക്ക് മാത്രമല്ല കേട്ടോ ചെമ്പരത്തിപ്പൂ നല്ലത്. നമുക്ക് ചെമ്പരത്തിപ്പൂവ് ഫേസിലും തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുളിവുകൾ വീഴത്തില്ല, ടാൻ മാറും. ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫേസ് സിറമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ നമ്മുടെ ഇതുപോലെ കുറച്ച് അലവരുടെ ജെല്ല് ഉള്ളിലത്തെ പൾപ്പൊക്കെ ഒന്ന് ചീമ്പി എടുക്കുക, കഴുകി എന്നൊക്കെ ചീമ്പി എടുക്കണം കേട്ടോ. എന്നിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ജെല്ലുണ്ടല്ലോ, ചുവന്ന ജെല്ല്, ആ ജെല്ല് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. എന്നിട്ട് ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ കൊട്ടിയിട്ടിട്ട് നന്നായിട്ട് ശരിക്കും അങ്ങോട്ട് അടിച്ചെടുക്കുക. അടിച്ച് പതപ്പിച്ച് നല്ലൊരു പത പോലെ വരും. ഒരു ക്രീമി ടെക്സ്ചറും അല്ല, എന്നാൽ ഒരു ജെല്ലി ടെക്സ്ചർ ഇല്ലാത്ത രീതിയിൽ ഒരു കുറുകിയ ഒരു പരുവത്തിൽ ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ഈ അപ്പത്തിനൊക്കെ പൊടിമാവ് ഇങ്ങനെ കലക്കിയിട്ട് ഒരു കുറുകിയ പോലെ വരത്തില്ലേ, അതുപോലെ വരും കേട്ടോ ജെല്ലി നമ്മൾ മിക്സ് ചെയ്തതുകൊണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുകയും വേണ്ട. ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ എപ്പോഴും ഉണ്ടാക്കിയെടുത്ത് വയ്ക്കൽ പാടല്ലേ. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ഫേസിലും നല്ലതാണ്, തലമുടിക്ക് നല്ലതാണ്. അപ്പം നല്ല രീതിയിൽ മുടി വളരും കേട്ടോ. അപ്പം ഒരുപാട് ടിപ്സുകൾ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ, ഹെയർ കെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിട്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടേ നിങ്ങൾ ഇങ്ങനെയുള്ള ഹെയർ കെയർ ടിപ്സൊക്കെ ചെയ്യുമ്പം തലയിൽ ഇങ്ങനെ തേക്കുമ്പോൾ ഒരുപാട് നേരം തേച്ച് പിടിപ്പിക്കണ്ട. തേച്ച് കൊടുത്തിട്ട് നിങ്ങളങ്ങോട്ട് പോയി കഴുകിയേക്കും കേട്ടോ. നമ്മൾ എന്തായാലും മേലൊക്കെ തേക്കുമ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് നേരം എടുക്കും. അത്ര നേരം മതി തലയിൽ ഇരുന്നുള്ളൂ കേട്ടോ, അത്ര മതി. കാരണം ഇപ്പം തണുപ്പല്ലേ, നീർക്കെട്ട് കയറും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്ലിസറിൻ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പം ഇതുപോലെ നിങ്ങളിതെടുത്ത് തലയിലെ സ്കാൽപ്പിൽ കൂടെ ഒക്കെ തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ യൂട്യൂബിൽ പിള്ളേരെ കാണുന്നതെങ്കിലേ നമ്മുടെ ഈ മലയാളം താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ലേ, അതിൻ്റെ താഴത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ്റെ ലിങ്ക് ഇട്ടേക്കാം വാങ്ങാൻ. അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓഫർ പ്രൈസിലുണ്ട്. 50 100-ത്തിനൊക്കെ ആണ് 99 രൂപ വില വരുന്നുള്ളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ നല്ല ലാഭമാണ്. അപ്പം നിങ്ങൾ യൂട്യൂബിലെ പിള്ളേരെ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഗ്ലിസറിൻ വാങ്ങാം, അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഫ്ലാക്സ് സീഡ് പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ആ കോംബോ പാക്കറ്റിൽ അതും വാങ്ങാം കേട്ടോ.
ഫേസ്ബുക്കിൽ പിള്ളേരെ കാണണമെങ്കിൽ ഉണ്ടല്ലോ ലിങ്ക് ചോദിച്ചേരാം, ഞാൻ താഴെ ഇട്ടുതരാം. എന്തായാലും ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഒരു ലിങ്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കോംബോ ഞാൻ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. പിന്നെ റോസ്മേരി ലീഫും നല്ല അടിപൊളി ബോട്ടിലുണ്ട് കേട്ടോ കോംബോ ആയിട്ട്. അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലേ, അതല്ലാണ്ട് നിങ്ങൾക്ക് ഗ്ലിസറിനും മറ്റേ നമ്മുടെ എന്താ വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ, ഞാൻ ലിങ്ക് ഇട്ടരാവേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നാച്ചുറൽ ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. പിന്നെ എന്നാ വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു കാണാവേ. ബൈ.